ഓക്കെ സോ ഗൈസ്, ആ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉറപ്പായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, അതും എസ് ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്കൊന്ന് ഷോർട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് റൈറ്റ് ടൈമിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ആയിട്ട് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, അപ്പൊ ഷുവർ ആയിട്ടും ഒരു 5 to 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും സ്റ്റാഫിംഗ് പ്രോസസ് എന്താണെന്ന്. സ്റ്റാഫിംഗിന്റെ പ്രോസസ് എങ്ങനെയാണ് നമ്മൾ റൈറ്റ് പ്ലേസിലേക്ക് റൈറ്റ് ടൈമിൽ ഈ റൈറ്റ് ജോബിലേക്ക് റൈറ്റ് ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്സ് അല്ലെ. നമ്മൾ ബോത്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. എത്ര ആളാണ് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ളത്, ആൻഡ് ഓൾസോ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്, അവരുടെ സ്കിൽ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യും. ഇനി രണ്ടാമത് റിക്രൂട്ട്മെന്റ് ആണ്, അവർ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. സെർച്ചിങ് ഫോർ ദ ആൻഡ് ഇൻവൈറ്റിംഗ് കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, യെസ്, നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ CV ഒക്കെ കിട്ടിയതിന് ശേഷം അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യാണ്, ദ സെലക്ഷൻ നടക്കുകയാണ്. ബെസ്റ്റ് കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സെലക്ഷനിൽ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഇന്റലിജൻസ് ടെസ്റ്റ്, അത് IQ ആൻഡ് മെന്റൽ എബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, എബിലിറ്റി ടു ലേൺ ന്യൂ സ്കിൽസ് അല്ലെ, അവര് പുതിയ സ്കിൽസ് ലേൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള, അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അഭിരുചി അല്ലെ. ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അവരുടെ ഇമോഷൻസ്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, വാല്യൂ സിസ്റ്റം ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റീസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ട്രേഡ് ടെസ്റ്റ് ആണുള്ളത്, അവരുടെ എക്സിസ്റ്റിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്കൽ നോളജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സിസ്റ്റിംഗ് സ്കില്ലും ടെക്നിക്കൽ നോളജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ടെസ്റ്റ് നടത്തുന്നത്. ആൻഡ് ലാസ്റ്റ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്, അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും ഇൻവോൾവ്മെന്റും ഒക്കെ മനസ്സിലാക്കാനാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്തുന്നത്. ഇതെവിടെയാണ്, സെലക്ഷനിലുള്ള ടെസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ സെലക്ഷന് ഒരു നെഗറ്റീവ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ചിലപ്പോൾ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ നിങ്ങൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. മൊത്തത്തിൽ തന്നെ ഒരു നെഗറ്റീവ് വൈബാണ് സെലക്ഷനിൽ തരുന്നത്. ആൻഡ് ഓൾസോ കുറെ ആൾക്കാർ അല്ലെ, കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്യുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത്, അവരുടെ വീക്ക്നെസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ സ്ട്രെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതുകൊണ്ടാണ് സെലക്ഷൻ ഒരു നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാഫിംഗിന്റെ പ്രോസസ് ആണ്. മൂന്നാമത്തെ സെലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പറയാനുള്ളത് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ ആണ് അല്ലെ. അവരെ നമ്മൾ ടെസ്റ്റ് ഒക്കെ നടത്തി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ പ്ലേസ്മെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. സെലക്ടഡ് എംപ്ലോയി ടു എ സ്യൂട്ടബിൾ ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇനി അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. കറന്റ് ജോബ് സ്കിൽസിലേക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അവരുടെ കറന്റ് ജോബ് സ്കിൽസ് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തതാണ് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ടു എ ഹയർ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രൊമോഷനും അവരുടെ കരിയർ പ്ലാനിങ്ങുമാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് എന്ത് വേണം, പണിയെടുക്കുന്നതിന് പൈസ വേണം അല്ലെ. കോമ്പൻസേഷൻ ആണ്, അവരുടെ വേജസ്, സാലറി, മറ്റുള്ള ബെനിഫിറ്റ്സ് എല്ലാമാണ് ഈ ഒരു കോമ്പൻസേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്നത്. അവരുടെ ആ ഒരു ജോബ് നാച്ചറും അവരുടെ സ്കില്ലും റെസ്പോൺസിബിലിറ്റിയും നോക്കിയിട്ടാണ് നമ്മൾ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സ്റ്റാഫിംഗിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ച് ഒരു 5 to 8 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ചോദിക്കുക, ഈ ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആയിട്ടും ഒരു എസ്സേ തന്നെയായിരിക്കും. 8 മാർക്കിന്റെ ചോദ്യമാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. 8 മാർക്കിന് ചോദിക്കും. ഇതിൽ തന്നെ സ്പെഷ്യൽ മെൻഷൻ ചെയ്തിട്ട് എക്സ്റ്റേണൽ സോഴ്സസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇന്റേണൽ സോഴ്സസ് 2 എണ്ണമാണ്, ട്രാൻസ്ഫറും പ്രൊമോഷനും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കമ്പനിക്ക് ഉള്ളിൽ തന്നെ അല്ലെ, വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും, അതായത് ഒരു ജോബിൽ നിന്ന് മറ്റൊന്നിലേക്ക്, സെയിം ലെവൽ ജോബിലേക്ക് തന്നെ, ഓക്കെ, ഒരു മറ്റൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്ലേസിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മൂവിങ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ അറ്റ് ദ സെയിം ലെവൽ. അവിടെ ജോബിലൊന്നും മാറ്റം ഉണ്ടാവില്ല, അവരുടെ സാലറിയിലൊന്നും മാറ്റം ഉണ്ടാവില്ല, പക്ഷെ അവരെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ പൊസിഷനിലേക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൊടുത്ത് കുറച്ചുകൂടെ പവർ കൊടുത്തിട്ട് മാറ്റുന്നതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇത് വിത്തിൻ ഓർഗനൈസേഷൻ ആണ്. ഇനി ഓർഗനൈസേഷന് പുറമെ നമ്മൾ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റിലൂടെ അല്ലെ, ന്യൂസ് പേപ്പർ, സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ നമ്മൾ ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അല്ലെ, ഗവൺമെന്റ് ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ജോബ് സീക്കേഴ്സ് ഗെറ്റ് ജോബ്സ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ സ്കില്ലും നമ്മുടെ റിക്വയർമെന്റും അനുസരിച്ചിട്ടുള്ള ആളെ നമ്മൾ
പിക്ക് ചെയ്യുന്നു. ഇനി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അല്ലെ, ഈ ഡിഗ്രി അതേപോലെ അത് കഴിഞ്ഞിട്ടുള്ള കോളേജസിലൊക്കെ നമുക്ക് കാണാം, പ്രൊഫഷണൽ കോളേജസിലൂടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ക്യാമ്പസിൽ നിന്ന് തന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളും നടത്തി ഓരോ കമ്പനീസും അവിടെയുള്ള ബെസ്റ്റ് ആൾക്കാരെ കൊണ്ടുപോകുന്നത് കാണാം. അതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ഇനി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, അതായത് ഹയറിംഗ് പീപ്പിൾ ഹു അപ്ലൈ ഡയറക്ട്ലി അല്ലെ, നേരിട്ട് കമ്പനിയോട് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഇനി പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് അല്ലെ, ഇങ്ങനെയുള്ള ഏജൻസീസ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലേബർ കോൺട്രാക്ടേഴ്സ് വഴിയും കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വർക്കേഴ്സിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടുതലും ടെമ്പററി അല്ലെ, ഫിക്സഡ് ആയിട്ടുള്ളതല്ല, താൽക്കാലിക ആവശ്യമായിട്ടുള്ള ജോബ്സിലേക്കുള്ള ആൾക്കാരെയാണ് നമുക്ക് ലേബർ കോൺട്രാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മളെ ബംഗാളികളെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ കോൺട്രാക്ടേഴ്സിനൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇതാണ് ലേബർ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത്, ചെറിയ ജോബിന് അല്ലേ. യെസ്, അപ്പൊ ഷുവർ ആയിട്ടും എസ്സേ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഈ ഒരു ടേബിൾ ഒക്കെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ആൻസർ പേപ്പർ കാണാൻ. അത് നമ്മുടെ ഇവാലുവേഷൻ ടീച്ചറിനെ ഇംപ്രസ് ചെയ്യാനും സഹായിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്കിതാ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസിൽ നിന്ന് തന്നെ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നതാണ്. ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ് ആണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ എന്താണ്, നമ്മൾ ആക്ച്വൽ വർക്ക് ചെയ്യാതെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഈ വർക്ക് ഷോപ്സ്, ക്ലാസ് റൂം ട്രെയിനിങ് ഒക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാം. ഓൺ ദ ജോബ് ട്രെയിനിങ് ലോ കോസ്റ്റ് ആണ്, പക്ഷെ ഓഫ് ദ ജോബ് ട്രെയിനിങ് കുറച്ചുകൂടെ കമ്പനിക്ക് ഉള്ളിലാവുമ്പോൾ വലിയ ചിലവൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഓഫ് ദ ജോബ് ട്രെയിനിങ് പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലവുകൾ ഉണ്ടാവും. ഇനി ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് സെപ്പറേറ്റ് പ്ലേസസ് വേണ്ട, എല്ലാം നമ്മുടെ കമ്പനിക്ക് അകത്ത് തന്നെയായിരിക്കും ട്രെയിനിങ് നൽകുന്നത്. പക്ഷെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന് നമുക്ക് എന്താണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്ലേസ് ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കൂടെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എസ്സേ എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് മിസ് ഔട്ട് ചെയ്യരുത്. ഓക്കെ, സോ മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. നമ്മളുടെ വീഡിയോസിൽ, നമ്മുടെ ചാനലിലെ വീഡിയോസിലും ഷോർട്സിലും ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻസ് കൂടെ ക്ലിയർ ആയിട്ട് കണ്ടാൽ ബിസിനസ് എക്സാം സൂപ്പർ ആയിട്ട് നമുക്ക് തകർക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നീഡഡ് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ ബൈ.